അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എന്തൊക്കെയുണ്ട് വർത്താനം? സുഖല്ലേ? എല്ലാവർക്കും സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും അല്ലാഹു തആല നൽകട്ടെ. പിന്നെ മഴക്കാലമൊക്കെ വരികയാണല്ലേ. നമ്മുടെ വീട്, പരിസരം, എല്ലാ ഭാഗങ്ങളും നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട ഒരു സമയമാണല്ലോ അല്ലേ. ചളിക്കുണ്ടുകളുണ്ടെങ്കിൽ, വെള്ളക്കെട്ടുകളുണ്ടെങ്കിൽ ഒക്കെ നീക്കം ചെയ്തിട്ട് അതിലൊക്കെ മറ്റു പ്രാണികൾ, കൊതുകുകളൊക്കെ മുട്ടയിടുന്നത് ശ്രദ്ധിക്കേണ്ട സമയങ്ങളാണ്. അതുപോലെ തന്നെ വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നീക്കം ചെയ്യുക. നമ്മുടെ വീടുകളൊക്കെ ഒന്ന്, പരിസരമൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട സമയമാണ് വരുന്നത് അല്ലേ. കാരണം എന്താ, ചളിയും വെള്ളവും ഒക്കെ നിറഞ്ഞിട്ട് നമ്മുടെ വീടും പരിസരമൊക്കെ ചിലപ്പോൾ വളരെയധികം മലീമസമാകുന്ന ഒരു സമയമാണ്. വേസ്റ്റുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിടേണ്ട ഒരു സമയമാണ്. എന്നാലേ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ട് കേട്ടോ. ഇമാം തുർമുദി തങ്ങളാണ് ഇതിനെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മഹാനവറുകൾ പറയാണ്, ഇന്നല്ലാഹ ത്വയ്യിബുൻ യുഹിബ്ബു ത്വയ്ബ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലതാണ്, പടച്ചറബ്ബ് നല്ലതിനെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. വീണ്ടും പറയുന്നുണ്ട്, മുത്തുനബി പറയാണ്, ലദീഫുൻ യുഹിബ്ബുൻ നദാഫ. അല്ലാഹു തആല വൃത്തിയുള്ളതാണ്, ആ വൃത്തിയെ പടച്ചറബ്ബിന് വല്ലാത്ത ഇഷ്ടമാണ്. വീണ്ടും അല്ലാഹു തആല അവിടുന്ന് പടച്ചറബ്ബിനെ അവിടുന്ന് പുകഴ്ത്തിയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, കരീമുൻ യുഹിബ്ബുൽ കറമ. അല്ലാഹു തആല മാന്യനാണ്, യുഹിബ്ബുൽ കറമ, മാന്യതയെ പടച്ചറബ്ബ് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അല്ലാഹു തആല മാന്യനാണ്. അതേപോലെ തന്നെ ഒരു മനുഷ്യനൊരു മാന്യനാണെങ്കിൽ, ആരും വേദനിപ്പിക്കാത്ത, ആരെയും ഇടങ്ങാറാക്കാത്ത സ്വഭാവക്കാരനാണെങ്കിൽ അവന് പടച്ചറബ്ബിന് ഇഷ്ടമാണ്. എന്നിട്ട് പറയുന്നു, ജവാദുൻ യുഹിബ്ബുൽ ജൂദ. അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കില്ലാതെ നൽകുന്ന ഒരാളാണ് പടച്ചറബ്ബ്. മതമോ ജാതിയോ വർഗമോ ഒന്നും നോക്കാതെ എല്ലാവർക്കും ദുനിയാവിൽ അല്ലാഹു തആല കൊടുക്കുന്നവനാന്ന് പറയാം. എന്നിട്ട് പറയാണ്, യുഹിബ്ബുൽ ജൂദ. ആരാണ് അങ്ങനെ കൊടുക്കുന്നത്? ധർമ്മിഷ്ഠൻ ആരാണ്? ആ ധർമ്മിഷ്ഠൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാലോചിച്ചൊക്കെ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുള്ള ഈ 4 കാര്യങ്ങൾ, ഇത് മുത്തുനബി പറയാണ്, ഇത് അല്ലാഹുവിലുണ്ട് ഈ 4 കാര്യം. ഈ 4 കാര്യം ചെയ്യുന്നവനെ പടച്ചവന് അതിലേറെ ഇഷ്ടമാണ് അല്ലേ. അല്ലാഹു തആല നല്ലതാണ്, നന്മയാണ്. ആ നന്മയെ പടച്ചവന് ഇഷ്ടപ്പെടും. അപ്പം നമ്മളെ കൽബിൽ എന്ത് വേണം? നന്മ വേണം. ഇത് പറയാണ്, വൃത്തി, അല്ലാഹു തആല വൃത്തിയുള്ളതാണ് അല്ലേ. അല്ലാഹു തആലക്ക് ഭയങ്കര വൃത്തിയാണ്. ഇത് പറയാണ്, ആ വൃത്തിയെ പടച്ചവന് ഭയങ്കര ഇഷ്ടമാണ്. വൃത്തിയുള്ള ആൾക്കാരെ, വൃത്തിയുള്ള സ്ഥലത്തെ, വൃത്തിയുള്ള പരിസരത്തെ എന്നൊക്കെ. പിന്നെ പറയാണ്, പടച്ചവൻ വലിയ മാന്യനാണ്. ഇത് പറയാണ്, ആ മാന്യതയെ പടച്ചവന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പറയുന്നത് നോക്കുകയാണെങ്കിൽ, അല്ലാഹു തആല കണക്കില്ലാതെ പ്രതിഫലം കൊടുക്കുന്ന ആളാണ്. പ്രതിഫലം മാത്രമല്ല, സമ്പത്ത് ചോദിച്ചാൽ മനുഷ്യന് സമ്പത്ത് അല്ലാഹു തആല കൊടുക്കണ്ടല്ലോ, അങ്ങനെ കൊടുക്കുന്ന ഒരാളാണ്. എന്നിട്ട് പറയാണ്, അങ്ങനെ കൊടുക്കുന്ന ആളെ, ധർമ്മിഷ്ഠന്, അകമഴിഞ്ഞിട്ട് മറ്റുള്ളവരെ സഹായിക്കുന്ന ആളെ പടച്ചവന് ഭയങ്കര ഇഷ്ടമാണ്. അള്ളാഹുവിലുള്ള സ്വഭാവമാണ് ഇതൊക്കെ. ഈ സ്വഭാവം കാണിക്കുന്നവരെ ഭയങ്കര ഇഷ്ടമാണ് പടച്ചവനെന്ന് അല്ലാഹു തആല പറയാണ് അല്ലേ. എന്നാലോചിച്ചൊക്കെ നിങ്ങൾ, ആ പടച്ചവന് ആ സ്വഭാവങ്ങൾ അല്ലാഹു തആല നമുക്കൊക്കെ അല്ലാഹു തആല നൽകട്ടെ. എന്നിട്ട് അല്ലാഹു തആല അവസാനമായിട്ട് പറയുന്ന കാര്യം തരങ്ങൾ, ഫനദ്ദിഫു അഫ്നിയത്തുക്കും. നിങ്ങൾ വീടും നിങ്ങളുടെ പരിസരമൊക്കെ ഉണ്ടല്ലോ, അത് വൃത്തിയായിട്ട് നിങ്ങൾ സൂക്ഷിക്കണമെന്ന്. വേണ്ട രൂപത്തിൽ വൃത്തിയായിട്ട് നിങ്ങൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം അല്ലാഹു തആല പറയാണ്. ഇത് പടച്ചവന് പഠിപ്പിക്കുകയാണ് അവിടുന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ലാ യന്തിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അള്ളാഹുവിൻ്റെ നാക്കാണല്ലോ അല്ലേ. അള്ളാഹുവിൻ്റെ അതേ, അള്ളാഹു എന്ത് പറയാൻ പഠിപ്പിച്ചോ അതാണ് മുത്തനബി പറയാൻ. അല്ലാഹു തആല എന്താണ് അവിടുന്ന് സമൂഹത്തോട് അറിയിക്കുന്നത്, അതാണ് അല്ലാഹു തആലയുടെ പ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്, ഹബീബായ നബി പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് മുത്തുനബിയിലൂടെ. മുത്തുനബി പറയും, നോക്കൂ, വലാ തശബ്ബഹു ബിൽ യഹൂദ. നിങ്ങൾ വൃത്തിയില്ലാതെ വേസ്റ്റുകളൊക്കെ ഒരു ഭാഗത്ത് കൊണ്ടുപോയിരുന്ന അന്നത്തെ കാലത്ത് ജൂതന്മാരുണ്ടായിരുന്നു. അരപ്പോലങ്ങളാകരുതേന്ന് മുത്തുനബി ആ സമൂഹത്തെ പഠിപ്പിക്കുകയാണ്. മനസ്സിലായോ? അവരെ ചൂണ്ടിയിട്ടാണ് മുത്തുനബി പറഞ്ഞത്, അവരെ പോലെ ആകരുത് എന്നുള്ളത്. ഇത് നമുക്കൊരു പാഠാണ്. നമ്മുടെ ചുറ്റുഭാഗത്ത് ഇങ്ങനത്തെ ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പോലെ ആകരുത്. മനസ്സിലായോ? നമ്മുടെ വീടും പരിസരമൊക്കെ വളരെയധികം വൃത്തിയോടെ സൂക്ഷിക്കണം. ഇങ്ങനെ വൃത്തിയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ എടുത്ത് പറയുന്നൊരു മതം ഉണ്ടെങ്കിൽ അത് പരിശുദ്ധമായ ഇസ്ലാം തന്നെ ആയിരിക്കും അല്ലേ. അപ്പം അതുകൊണ്ട് നമ്മുടെ വീടും നമ്മുടെ പരിസരവും, നമ്മുടെ വസ്ത്രം,
നമ്മുടെ ശരീരം ഇതൊക്കെ വൃത്തിയായിരിക്കണം. അതേപോലെ തന്നെ നമ്മുടെ കൽബും ശുദ്ധിയായിരിക്കണം. അകവും പുറവും ഒരുപോലെ ശുദ്ധിയാക്കാൻ നമുക്ക് കഴിയണം അല്ലേ? ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് അതാണ്, അകവും പുറവും ഒരുപോലെ ശുദ്ധിയാവാൻ. അങ്ങനെ ഒരു മനുഷ്യന് ശുദ്ധിയാവാൻ കഴിയുമ്പോഴാണ് മറ്റുള്ളവർക്ക് അവനിലേക്ക് നോക്കാൻ കഴിയുന്നത്. നമ്മുടെ അകവും പുറവും ശുദ്ധിയാവുമ്പോഴാണ്, നമ്മുടെ അകവും പുറവും ഒരുപോലെ ശുദ്ധിയാക്കാൻ നമുക്ക് കഴിയണം. ചില ആൾക്കാരെ പുറക്കെ ശുദ്ധിയായിരിക്കും അല്ലേ? വസ്ത്രം കൊണ്ടും സൗന്ദര്യം കൊണ്ടും ഒക്കെ ശുദ്ധിയായിട്ടുണ്ടാകും. കാണുമ്പോൾ നല്ല സൗന്ദര്യവും നല്ല വസ്ത്രമൊക്കെ ഉണ്ടാവും. പക്ഷേ അതുപോലെ അകമുണ്ടാവില്ല. മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടും കുറ്റം പറഞ്ഞിട്ടും മറ്റുള്ളവരെ കളിയാക്കിയിട്ടും ഒക്കെ മുന്നോട്ട് പോകുന്നൊരു സ്വഭാവക്കാരനായിരിക്കും. അങ്ങനെ ആകുമ്പോഴോ നമ്മുടെ ജീവിതത്തിൽ നന്മ ഉണ്ടോ? അപ്പോൾ ഇല്ല. ഇവിടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന വാക്കുകൾ നോക്കുകയാണെങ്കിൽ അല്ലേ, അല്ലാഹു തആല അങ്ങനെയാണ്, അതിന് അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. ഇത് മുത്തനബി ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളതുപോലെ ആകുക എന്നുള്ളതാണ്. പടച്ച റബ്ബിന് ഇഷ്ടമുള്ളതുപോലെ നമ്മളാകുക എന്നുള്ളതാണ് അല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പോൾ പടച്ച റബ്ബ് നമുക്ക് നൽകുന്ന ഈ ഒരു വലിയൊരു സന്ദേശം, മുത്തുനബിയിലൂടെ നമുക്ക് ഇത് നൽകുന്ന വലിയൊരു സന്ദേശം എന്താണ്? ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണല്ലോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ നോക്കുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇപ്പോൾ മഴയാണ്, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ വീടും നമ്മുടെ പരിസരമൊക്കെ അതുകൊണ്ട് വളരെയധികം കാടുകളൊക്കെ മൂടിക്കിടക്കാൻ പോകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് കാടും മൂടിയിട്ട് നമ്മുടെ വീടും നമ്മുടെ പരിസരവും കിടക്കാൻ പാടില്ല. വൃത്തിയോട് കൂടെയാകണം നമ്മുടെ ഓരോ ഭാഗങ്ങളും സമയങ്ങളും സന്ദർഭങ്ങളൊക്കെ പോകേണ്ടത് അല്ലേ? വൃത്തിയെ പടച്ചവന് ഈമാൻ്റെ ഒരു ഭാഗമാണ് വൃത്തി എന്ന് പറഞ്ഞാൽ. ഈമാനുള്ള മനുഷ്യന് വൃത്തി ഉണ്ടാകും. അവൻ്റെ റൂമും പരിസരവും അവൻ്റെ ശരീരവും മനസ്സൊക്കെ വൃത്തി ഉണ്ടാകും. ഇല്ലാത്തവന് എല്ലാം ഒരു കഥയായിരിക്കും അല്ലേ? അവൻ്റെ റൂമുക്കും അവൻ്റെ പരിസരത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയും എത്രത്തോളമാണ് അവൻ്റെ വൃത്തി, അവൻ്റെ ശ്രദ്ധ എന്നുള്ളത്. അപ്പം അങ്ങനെ ആവാൻ പാടില്ല. നമ്മൾ വൃത്തി ഉള്ള ആളുകളായിട്ട് മാറണം. പടച്ചവന് ആ വൃത്തി ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ടെങ്കിൽ തന്നെ കുറേ ഈമാൻ ഉണ്ടാകും, നന്മക്ക് തോന്നും, നന്മകൾ ചെയ്യാനും പറയാനും പ്രവർത്തിക്കാനൊക്കെ തോന്നും. ഒരു അലങ്കോലായി കിടക്കുന്ന വീട്ടിൽ കയറി റൂമിൽ കയറാൻ നമുക്ക് തോന്നുമോ? ഇല്ലല്ലോ. എന്നാൽ അതേപോലെ തന്നെയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും. നമ്മുടെ മനസ്സും അങ്ങനെ തന്നെ ആവണം. അലങ്കോലായി കിടക്കുന്ന ഒരാൾ മിണ്ടാനും അവരൊപ്പം ഇരിക്കാനും നമുക്ക് തോന്നൂല. കാരണം എന്താ? അതിൽ നന്മയില്ല എന്നുള്ളതല്ലേ. അതൊക്കെ പോകാൻ നമുക്ക് താല്പര്യമില്ല അല്ലേ? അലങ്കോലായി കിടക്കുന്ന ഒരാളുടെ റൂമിൽ പോകുന്ന പോലെ തന്നെയാണ് മോശപ്പെട്ട ഒരാളുടെ മനസ്സും. അയക്ക് ചെല്ലാനും എൻ്റെ ഒപ്പം ഇരിക്കാനും നമുക്ക് തോന്നൂല അല്ലേ? ഇൻഷാ അല്ലാഹ് നല്ലത് വരട്ടെ, നന്മ വരട്ടെ, വൃത്തി വരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതുപോലെ ആക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.